നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 30-ാം തീയതി 1201 ആണ്ട് തുലാമാസം 13-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് തിരുവോണ നക്ഷത്രം. അപ്പോൾ തിരുവോണ നക്ഷത്രം, അതുപോലെ വ്യാഴാഴ്ച. ഇന്ന് നക്ഷത്രം കൊള്ളാം, ആഴ്ച കൊള്ളാം എന്ന് വെച്ചാൽ നല്ല ദിവസം. എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ദിവസമാണ്. ശുഭകാര്യത്തിൽ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരാഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ മാത്രമേ നമുക്ക് ശുഭമായിട്ടുള്ള ദിവസങ്ങൾ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായ ദിവസമായതുകൊണ്ട് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും, ഐശ്വര്യപ്രദമായ അവസ്ഥയുണ്ടാവും, സാമ്പത്തിക നേട്ടം വരും. അതുപോലെ തുലാമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു വർഷം ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതിക്കും ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന ഒരു വർഷമാണ് നിങ്ങളുടേത്. സാമ്പത്തിക പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ജാതക പ്രകാരം നമുക്ക് ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. അത് ബിസിനസ്സിലൂടെ ആയാലും ശരി, മറ്റ് ഊഹക്കച്ചവടങ്ങളിലൂടെ ആയാലും ശരി, സാമ്പത്തിക നേട്ടത്തിനിട വരുന്ന ഒരു വർഷം തന്നെയാണ്. പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിന് ഒപ്പം തന്നെ ഒരു വർഷത്തെ സാമ്പത്തിക പുരോഗതിക്ക് ഇടവരുത്തുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ആ വർഷത്തെ നിങ്ങൾ മാക്സിമം വിനിയോഗപ്പെടുത്തണം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. വ്യാഴാഴ്ച 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചെറിയ വ്യത്യാസം മാത്രമേ രാവുകാലത്തിന് ഉള്ളൂ. ശരിക്ക് 1:36 തൊട്ട് 3:03 വരെ ചുരുക്കം മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ രാവുകാലത്തിലുള്ളൂ. ഏകദേശം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാവുകാലവും അല്ലാത്ത യഥാർത്ഥ സമയമായിട്ട് മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവുകാല സമയം ഇന്ന് നമുക്ക് കലണ്ടറിൽ നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങിയാലും കുഴപ്പമില്ല. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും 9:13 തൊട്ട് 10:41 വരെ, കലണ്ടറിൽ 9 മണി മുതൽ 10:30 വരെ ഇട്ടിട്ടുണ്ട്. 10:13 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. യമകണ്ഠകാല സമയം വരുന്നതും 6:18 തൊട്ട് 7:46 വരെ, 6 മണി മുതൽ 7:30 മണി വരെ എന്നിട്ടിട്ടുണ്ട്. അവിടെയും 10-15 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായി എടുക്കാവുന്ന ദിവസമാണ് എങ്കിലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഇന്നും ഉണ്ട്. 11:44 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും. 12:32 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും എല്ലാ ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള കളറ് വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.